പക്ഷെ ഇവിടെ നമ്മൾ കണ്ടത് ഈ കുട്ടിയെ സ്വന്തം വാപ്പ, അതായത് ഈ കുട്ടിയുടെ മുനവ്വർ അലി ശിഹാബ് തങ്ങൾ, പുള്ളിയുടെ വാപ്പ വന്നിട്ട് ഈ കുട്ടിയുടെ വാപ്പയായ ശിഹാബ് തങ്ങൾ വന്നിട്ട് പറയുന്നത് എന്താണ്? മുനവ്വർ അലി വന്നിട്ട് പറയണത് മതബോധം കൈവരിക്കാത്ത ഒരു കുട്ടിയുടെ ആലോചനാപരമല്ലാത്ത അഭിപ്രായ പ്രകടനം മാത്രം എന്ന് പറഞ്ഞിട്ട് അതിനെ അങ്ങ് തള്ളുകയാണ്. പുള്ളിയുടെ ഒരു വലിയ നീണ്ട പോസ്റ്റൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാനത് ഖേദിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ മുസ്ലിം സ്ത്രീകളുടെ പള്ളി പ്രവേശനവുമായി ബന്ധപ്പെട്ട മകളുടെ പരാമർശം തിരുത്തി എന്നാണ് അവിടെ കാണുക. തിരുത്തുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഈ പറയുന്ന കുട്ടിയുടെ ബാക്കിയുള്ള ഇത് സംബന്ധിച്ചിട്ടുള്ള റിയാക്ഷൻസ് വരുന്ന സ്ഥലത്തൊന്നും തന്നെ ഈ കുട്ടിയുടെ പേര് പോലും അവിടെ പരാമർശിക്കുന്നില്ല. പല ഈ ഉസ്താദുമാർ ഈ കുട്ടിയുടെ പടം വെച്ചിട്ട് പലത് ചെയ്യുമ്പോൾ മുഖം ബ്ലർ ചെയ്തിട്ട് വരെയാണ് കൊടുക്കുന്നത്. ഇതിപ്പോൾ പത്രത്തിലൊക്കെ വന്നുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത്. ഇവർ കൊടുക്കുന്ന സമയത്ത് മിക്കവാറും മുഖം പോലും ചിത്രം പോലും കൊടുക്കുന്നില്ല. അപ്പം മണ്ടത്തരം പറഞ്ഞ ഹാബേലിന്റെ ചിത്രം ഇല്ലാത്ത ചിത്രം വരെ ഉണ്ടാക്കി മണ്ടനായ ആ ഹാബേലിനെ വലിയ ബുദ്ധിമാനായിട്ട് അവതരിപ്പിക്കാൻ ഈ ധൃതി കാണിക്കുന്ന ആളുകൾ ഇത്രമാത്രം ബുദ്ധിപരമായിട്ട് സംസാരിക്കുന്ന ഈ കുട്ടിയെ ഒരു മണ്ടിയായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടി, ഒരു പൊട്ടിയായിട്ട്, ഒരു പൊട്ടിപ്പെണ്ണായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് കാട്ടുന്ന വ്യഗ്രത, മുഖം പോലും മറയ്ക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന വ്യഗ്രത, പേര് പോലും പറയാൻ മടിക്കുന്ന ആ ഒരു അവസ്ഥ, ഇതാണ് നമ്മളിവിടെ കാണുന്നത്. ഇതാണ് ഇസ്ലാമിലെ സ്ത്രീ എന്ന് പറഞ്ഞാൽ, ഇതാണ് ഇസ്ലാമിലെ പെണ്ണ്, ഇതാണ് ഇസ്ലാം. ഇതുകൊണ്ടാണ് നമ്മൾ ഈ സാധനത്തിന് പേപ്പട്ടി മതം വിളിക്കുന്നത്.